അങ്ങനെ സ്വന്തം ജീവന് വേണ്ടി കരഞ്ഞപേക്ഷിക്കുന്ന, ജീവിതത്തിന്റെ പ്രത്യേക നിയോഗങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞാടും, ആ കുഞ്ഞാടിനെ ജീവന തുല്യം അന്വേഷിച്ചുകൊണ്ട് പകലന്തിയോളം അധ്വാനിച്ച് നടന്ന വഴി മുഴുവൻ തിരിച്ചു നടക്കുന്ന ഒരു ഇടയനുമാണ് നമുക്ക് മുന്നിലുള്ളത്. ആ ഇടയൻ നടന്ന വഴി മുഴുവൻ തിരിച്ചു നടന്നുകൊണ്ട് മരുഭൂമിയുടെ വിജനതയിൽ, രാത്രിയുടെ ഏകാന്തതയിൽ, കാലിൽ തറച്ചു കയറുന്ന ചൂടുമണ്ണിലും കല്ലിലും മുള്ളിലുമൊക്കെ അവൻ തിരിച്ച് ആ ആട്ടിൻകുട്ടിയുടെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇനിയാണ് നമ്മുടെ കഥയിലെ വ്യത്യാസം സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇതുവരെ നിലവിളിയും കരച്ചിലും പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ള വലിയ നിലവിളിയും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇനി കുഞ്ഞാടിന്റെ അനുഗ്രഹങ്ങളുടെ സമയമാണ്. ഇടയൻ അന്വേഷിച്ച് തേടിയെത്തിയിട്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ വാക്യങ്ങൾ സാക്ഷിക്കുന്നത് പോലെ മറ്റ് 99 ആടുകളെയും അവൻ മരുഭൂമിയിലെ ചൂടുമണ്ണിലൂടെ നടത്തിക്കൊണ്ടുപോയപ്പോൾ ഈ കുഞ്ഞാടിനെ അവൻ തൻ്റെ തോളിലേറ്റിക്കൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ എടുത്ത് നടത്തി അവൻ്റെ കൈകളിൽ താങ്ങിക്കൊണ്ടാണ് ആലയിലേക്ക് നടന്നുപോയിക്കൊണ്ടിരുന്നത്. മറ്റു 99 ആടുകൾക്കും കിട്ടാതിരുന്ന വലിയൊരു സൗഭാഗ്യം, തൻ്റെ ഇടയന്റെ നെഞ്ചിടിപ്പ് ചേർത്ത് പിടിച്ച് അറിയാനുള്ള ആ വലിയൊരു അനുഗ്രഹം, അവന്റെ നെഞ്ചോട് ചേർന്ന് പിടിച്ചുകൊണ്ട് പകല് അവർ നടന്ന വഴി മുഴുവൻ ഇടയന്റെ നെഞ്ചിനോട് ചേർന്നിരുന്ന് നടക്കാനുള്ള വലിയ അനുഗ്രഹമാണ് ആ ആടിന് സിദ്ധിച്ചത്. പകല് മുഴുവൻ നാമൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് പോലെ എൻ്റെ പ്രാർത്ഥനയും അവൻ കേൾക്കുന്നില്ലല്ലോ, എൻ്റെ രോദനം അവൻ്റെ കാതുകൾ ഇതുവരെ എത്തുന്നില്ലേ, അല്ലെങ്കിൽ എൻ്റെ വേദന കേൾക്കാൻ എന്താണ് അവന് ഇത്രമാത്രം താമസം എന്നൊക്കെ നമ്മളെ ഓരോരുത്തരെയും പോലെ ആ കുഞ്ഞാടും അവിടെ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ മറ്റ് 99 ആടുകളെ അപേക്ഷിച്ച് അവിടെ ആ രാത്രിയുടെ ആ പകല് മുഴുവൻ രാത്രിയുടെ പല യാമങ്ങളിലും നിലവിളിച്ച് കരഞ്ഞ ആ കുഞ്ഞാടിനാണ് ഇടയന്റെ കൈകളിലേന്തി നടന്നു നീങ്ങാനായിട്ടുള്ള ആ സൗഭാഗ്യം ലഭിക്കുന്നത്. ഇടയന്റെ നെഞ്ചിനോട് ചേർന്നിരുന്നുകൊണ്ട്, ഇടയന്റെ നെഞ്ചിടിപ്പ് ചേർത്ത് ആസ്വദിച്ചുകൊണ്ട് അവന് ആലയിലേക്ക് നടന്നു നീങ്ങാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് ആ കുഞ്ഞാടിന് മാത്രമാണ്. ഒരുപക്ഷെ നമ്മുടെ ദൈവത്തിന്റെ ആ നെഞ്ചിടിപ്പ് ആസ്വദിക്കാനായിട്ടുള്ള കാത്തിരിപ്പായിരിക്കാം നമ്മുടെയും ആ കാത്തിരിപ്പുകളൊക്കെ. ഇതിനോട് ചേർന്ന് പോകുന്നതാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിന്റെ ഉപമയിൽ അവൻ നമ്മെ പഠിപ്പിക്കുന്നതും ലാസറിനെ ഉയർപ്പിക്കുന്ന ആ കഥയിൽ അവൻ പഠിപ്പിക്കുന്നതും ഇതിനോട് സാമ്യമായിട്ടുള്ള ഒരു കഥ തന്നെയാണ്. 11-ാം അധ്യായത്തിൽ ലാസറിനെയും അവന്റെ കുടുംബത്തെയും അവന്റെ രോഗാവസ്ഥയെയും മരണത്തെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് സുവിശേഷകൻ വാചാലനാകുമ്പോൾ അവിടെ അവൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ജെറൂസലേം ജെറിക്കോയിൽ നിന്നും വെറും 15 സ്ഥാദിയോൻ മാത്രം അകലെയായിരുന്നു എന്ന്. അതായത് ഈശോ താമസിച്ചിരുന്നത് അവന്റെ ഉറ്റ സ്നേഹിതനായിരുന്ന ലാസർ രോഗിയായി കഴിഞ്ഞിരുന്ന ജെറിക്കോയിലെ അവന്റെ ആ ഭവനത്തിനടുത്ത്, ബഥാനിയായിലെ അവന്റെ ആ ഭവനത്തിന് വളരെ അടുത്തു തന്നെയായിരുന്നു ഈശോ താമസിച്ചിരുന്നത് എന്ന്. അന്ന് മരുഭൂമിയിൽ ആ കുഞ്ഞാട് നിലവിളിച്ചതുപോലെ തന്നെ ലാസറിന്റെ സഹോദരിമാരായ മർത്തായും മറിയവും ദൂതന്മാർ മുഖേന ഈശോയുടെ അടുക്കിലേക്ക് കരഞ്ഞപേക്ഷിക്കുന്നുണ്ട്, ഇതാ കർത്താവേ, നീ ഏറെ സ്നേഹിക്കുന്ന നിന്റെ സുഹൃത്ത് രോഗാവസ്ഥയിലാണ്, നീ വന്ന് അവനെ സുഖപ്പെടുത്തണം എന്ന് അവരും കരഞ്ഞപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നാമൊക്കെ അനുഭവിക്കുന്നത് പോലെ തന്നെ നമ്മുടെയൊക്കെ പ്രാർത്ഥന നിഷ്കരണം തള്ളിക്കളയുകയാണോ എന്നുള്ള ചിന്ത പോലെ തന്നെ അവന്റെ പ്രാർത്ഥനയും ഈശോ തള്ളിക്കളഞ്ഞു എന്നൊരു ചിന്തയോടുകൂടെ അവരും നടന്നു നീങ്ങി. വീണ്ടും മരുഭൂമിയിൽ കിടന്ന ആ കുഞ്ഞാട് കരഞ്ഞപേക്ഷിച്ചതുപോലെ തന്നെ മർത്തായും മറിയവും വേറൊരുവനെ കൂടെ ഈശോയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്, കർത്താവേ, നീ ഇനി വരണമെന്നില്ല, കാരണം ലാസർ മരിച്ചുപോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഒരുപക്ഷെ മരണത്തിന് മുമ്പേ നീ ഒന്ന് എത്തിപ്പെടുമായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ സൗഖ്യപ്പെടുമായിരുന്നു, അവന് ജീവനിലേക്ക് തിരിച്ചു വന്ന് നിന്നോടൊപ്പം കഴിയാനുള്ള അനുഗ്രഹം ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ അവരും പറഞ്ഞിരുന്നിരിക്കാം. പക്ഷേ സുവിശേഷകൻ സാക്ഷിക്കുന്നത് ഇപ്രകാരമാണ്, ലാസർ താമസിച്ചിരുന്ന, ലാസർ രോഗിയായി കിടന്നിരുന്ന ബഥാനിയായിലെ അവന്റെ ഭവനത്തിൽ നിന്നും വെറും 15 സ്ഥാദിയോൻ മാത്രം ദൂരെ കഴിഞ്ഞിരുന്ന ഈശോനാഥൻ ഈ ലാസറിനെ കാണാനായിട്ട് കടന്നു വരുന്നത് അവൻ രോഗിയായിരുന്ന അവസരത്തിലല്ല, അവന്റെ രോഗം മൂർച്ഛിച്ചിരുന്ന അവസരത്തിലല്ല, അവൻ മരിച്ച അവസരത്തിലല്ല,
അവന്റെ മരണത്തിന് 1-2 മണിക്കൂറുകളോ ഒരു ദിവസമോ ശേഷമല്ല, മറിച്ച് 2 ദിവസങ്ങളും അതിനു ശേഷവുമാണ് തന്റെ പ്രിയ സ്നേഹിതനായ ലാസറിന്റെ ഭവനത്തിലേക്ക് ഈശോ നടന്നു വരാനായിട്ട് സമയം തിരഞ്ഞെടുത്തത്. വീണ്ടും ഈശോ തിരഞ്ഞെടുത്ത സമയത്തിന് അവൻ വന്നു കഴിയുമ്പോഴേക്ക് ലാസറിന്റെ ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷ പോലും ആ സഹോദരിമാർക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാവും ജീവനുമൊക്കെ അവരോടൊപ്പം ഉണ്ടായിരുന്നത് വെറും 3 ദിവസത്തേക്ക് മാത്രമാണ്. എന്നാൽ ഈ 3 ദിവസത്തിനും ശേഷം എല്ലാവിധ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് കരുതിയിരുന്ന ഒരു സമയത്താണ് ഈശോ അവരുടെ ഭവനത്തിലേക്ക് ശിഷ്യന്മാരോടൊപ്പം നടന്നു വരുന്നത്. 4-ാം ദിവസം ഈശോ ബഥാനിയായിലെ ആ ഭവനത്തിലേക്ക് നടന്നു വരുമ്പോൾ അവന്റെ ശരീരം മുഴുവൻ ദുർഗന്ധം വമിച്ചിരുന്നു. ശരീരത്തിന് ജീവന്റെ യാതൊരു പ്രതീക്ഷ പോലുമില്ലാതെ, പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രതീക്ഷ പോലുമില്ലാതെ, ജീവന്റെ യാതൊരു ആശാകിരണങ്ങൾ പോലുമില്ലാതെ കഴിഞ്ഞിരുന്ന ആ സമയത്താണ് ലാസറിന്റെ ഭവനത്തിലേക്ക് ദൈവം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് നടന്നു വരാനായിട്ട് തിരഞ്ഞെടുത്ത സമയം. 11-ാം അധ്യായത്തിന് 45-ാമത്തെ തിരുവചനത്തിൽ സുവിശേഷകൻ ഇപ്രകാരമാണ് സാക്ഷിക്കുന്നത്: ഈശോയുടെ ഈ പ്രവർത്തനങ്ങൾ കണ്ട് ഒട്ടനവധി യഹൂദർ അവനിൽ വിശ്വസിച്ചു എന്ന്. ഈശോയുടെ ഈ പ്രവർത്തനങ്ങൾ കണ്ട് ഒട്ടനവധി യഹൂദർ അവനിൽ വിശ്വസിച്ചു എന്ന്. ഒരുപക്ഷെ ലാസർ രോഗിയായി കിടന്ന അവസരത്തിൽ അവൻ വന്നിരുന്നെങ്കിൽ ഈ യഹൂദരൊന്നും ദൈവത്തിൽ വിശ്വസിക്കുമായിരുന്നില്ല. വലിയ അത്ഭുതങ്ങൾ അവരൊന്നും ദർശിക്കുമായിരുന്നില്ല. അവനെ രോഗത്തിൽ നിന്ന് രക്ഷിച്ചിരുന്നെങ്കിലോ, മരിച്ച് അല്പസമയം കഴിഞ്ഞിരുന്ന് അവനെ ഉയർപ്പിച്ചിരുന്നെങ്കിലോ, അവന്റെ ശരീരം അഴുകാൻ തുടങ്ങുന്നതിന് മുമ്പ് അവനെ ഉയർപ്പിച്ചിരുന്നെങ്കിലോ ഒക്കെ ഒരുപക്ഷെ ഈ യഹൂദരാരും അവനിൽ ഒരുപക്ഷെ വിശ്വസിക്കണമെന്നില്ല. എന്നാൽ വലിയ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്, വലിയ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് ഈശോനാഥൻ അവരിലേക്ക് കടന്നു വന്നത് 4-ാം ദിവസമാണ്. അവരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച സമയത്താണ് ഈശോനാഥൻ അവരുടെ ഭവനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് മർത്തായെയും മറിയത്തെയും ലാസറിനെയും ആ യഹൂദരെയും മുഴുവനെയും അനുഗ്രഹിച്ചത്. ഒരുപക്ഷെ ആ കുഞ്ഞാടിനെയും ആ ലാസറിന്റെ ഭവനത്തിൽ നടത്തിയ അത്ഭുതത്തെയും ഒക്കെ പോലെ തന്നെ നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലുമൊക്കെ വലിയ വലിയ അനുഗ്രഹങ്ങൾ തരാൻ വേണ്ടി, ആ അനുഗ്രഹത്തിന്റെ വലിയ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കാം, നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ സമയമായിരിക്കാം ഒരുപക്ഷെ നാം ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയമെന്ന് പറയുന്നത്. നമുക്കൊക്കെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും അതോടൊപ്പം ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അന്ന് സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ദൈവത്തിന് നന്ദി അർപ്പിച്ചപ്പോൾ അവന്റെ മനസ്സിലുണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ പോലെ നമുക്ക് മുന്നിൽ ദൈവം നടത്തിത്തരാനിരിക്കുന്ന വലിയ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഈ രാത്രിയുടെ പ്രാർത്ഥനകളിലും ആരാധനയിലും വിശുദ്ധ കുർബാനയിലുമൊക്കെ നമുക്കും അവന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കാത്തിരിപ്പിന് വേണ്ടി, ഈ കാത്തിരിപ്പിന്റെ സമയം, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ സമയം, നമ്മുടെ ജീവനിലേക്ക് കടന്നു വരാനുള്ള ആ കാത്തിരിപ്പിന്റെ സമയം, മനുഷ്യന്റെ സമയത്ത് നിന്നുകൊണ്ട് ദൈവത്തിന്റെ സമയത്തിനായിട്ടുള്ള ആ കാത്തിരിപ്പിന്റെ സമയം, ആ കുഞ്ഞാടിനെയും ലാസറിനെയും പോലെയുമുള്ള നമ്മുടെയൊക്കെ കാത്തിരിപ്പിന്റെ സമയം നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ സമയമാണ്. നമ്മുടെയൊക്കെ ജീവിത പങ്കാളിയും മക്കളും സഹോദരങ്ങളും അയൽപ്പക്കക്കാരും ഒക്കെ ദൈവത്തിന്റെ മഹത്തായ പ്രവർത്തനങ്ങൾ കണ്ട് അവനെ ഏറ്റുപറഞ്ഞ് നന്ദി പറയാനായിട്ടുള്ള, അവന്റെ അത്ഭുതകരമായ സിദ്ധികൾ മനസ്സിലാക്കാനായിട്ടുള്ള വലിയ അത്ഭുതത്തിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് എന്നൊക്കെ നമുക്ക് മനസ്സിൽ ഏറ്റുപറയാം. ഈ സമയം നമുക്ക് നന്ദി പറയാം, അവന്റെ അനുഗ്രഹങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.